പ്രബുദ്ധ കേരളമേ, ലജ്ജിച്ച് തല താഴ്ത്തുക. നമ്മുടെ മണ്ണിൽ പണിയെടുക്കാൻ വന്ന ആ പാവപ്പെട്ട മനുഷ്യന്റെ ശരീരത്തിൽ അടിക്കാത്ത ഒരു ഇഞ്ച് സ്ഥലം പോലും ഇല്ലെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പറയുന്നത്. അങ്ങനെയുള്ളപ്പോൾ ആ ചോരയിൽ രാഷ്ട്രീയ ലാഭം കൊയ്യാൻ നോക്കിയ കപട പുരോഗമനവാദികളുടെ മുഖംമൂടി ഇന്നഴിഞ്ഞു വീണിരിക്കുകയാണ്. ബി.ജെ.പിയെ പ്രതിക്കൂട്ടിലാക്കി വോട്ട് ബാങ്ക് കൊയ്യാൻ നോക്കിയ മന്ത്രി രാജേഷിനും ഗോവിന്ദനും ഇപ്പോൾ മിണ്ടാട്ടം മുട്ടിയത് എന്തുകൊണ്ടാണ്? കൊലയാളി സംഘത്തിൽ സ്വന്തം പാർട്ടിക്കാരൻ ഉണ്ടെന്നറിഞ്ഞപ്പോൾ സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് മുഖ്യമന്ത്രിയുടെ മേശപ്പുറത്തിരിക്കുന്നത് എന്തുകൊണ്ടാണ്? വാളയാറിൽ കൊല്ലപ്പെട്ടത് രാമനാരായണൻ മാത്രമല്ല, CPM-ന്റെ കപട രാഷ്ട്രീയ ധാർമ്മികത കൂടിയാണ്. ഈ ക്രൂരതയ്ക്ക് കൂട്ടുനിന്ന ഭരണകൂടമേ, നിങ്ങൾക്ക് മാപ്പില്ല. നമസ്കാരം. നമ്മുടെ കേരളം എങ്ങോട്ടാണ് പോകുന്നത്? അതിഥി തൊഴിലാളികളെ അതിഥികൾ എന്ന് വിളിച്ച് നമ്മൾ ലോകത്തിന് മാതൃകയാണെന്ന വീമ്പ് പറയുമ്പോഴും ഉള്ളിന്റെ ഉള്ളിൽ വംശീയ വിഷവും ക്രിമിനൽ ബുദ്ധിയും പേറുന്നവർ നമുക്കിടയിൽ സ്വൈരവിഹാരം നടത്തുകയാണ്. പാലക്കാട് വാളയാർ അട്ടപ്പള്ളത്ത് രാമനാരായണൻ ഭയ്യാർ എന്ന ഉത്തരേന്ത്യൻ തൊഴിലാളി അതിക്രൂരമായി കൊല്ലപ്പെട്ട സംഭവം കേവലം ഒരു ക്രമസമാധാന പ്രശ്നം മാത്രമായി തോന്നുന്നില്ല. അത് കേരളത്തിലെ ഭരണകക്ഷിയുടെ രാഷ്ട്രീയ പാപ്പരത്തിന്റെ വലിയൊരു ഉദാഹരണം കൂടിയാണ്. ഈ മരണവാർത്ത പുറത്തു വന്ന നിമിഷം മുതൽ CPM സംസ്ഥാന നേതൃത്വം ഇതിനെ എങ്ങനെയാണ് കൈകാര്യം ചെയ്തതെന്ന് നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരു മനുഷ്യൻ മരിച്ചു വീണപ്പോ അവന്റെ കുടുംബത്തിന്റെ വേദന കാണുന്നതിന് പകരം ആ ശവത്തിൽ നിന്നുകൊണ്ട് എത്ര വോട്ട് പിടിക്കാമെന്നായിരുന്നു മന്ത്രി MP രാജേഷിന്റെയും MP ഗോവിന്ദന്റെയും ഒക്കെ ചിന്ത. എന്നാൽ കാലം കാത്തുവെച്ച കാവ്യനീതി എന്നോണം സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ CPM അക്ഷരാർത്ഥത്തിൽ വെട്ടിലായിരിക്കുകയാണ്. കൊലപാതകം നടന്ന ഉടനെ തന്നെ മന്ത്രി MP രാജേഷ് സോഷ്യൽ മീഡിയയിലൂടെയും മാധ്യമങ്ങളിലൂടെയും ഒക്കെ ആക്രോശിച്ച് നമ്മൾ കണ്ടതാണ്. ഇത് സംഘപരിവാർ അജണ്ടയാണ്, കേരളത്തിൽ വംശീയ വിദ്വേഷം പടർത്താനായി RSS ശ്രമിക്കുന്നു. ഇതൊക്കെ ആയിരുന്നു അദ്ദേഹത്തിന്റെ വാദങ്ങൾ. പ്രതിപട്ടികയിൽ BJP അനുഭാവികൾ ഉണ്ടെന്ന് വരുത്തി തീർക്കാൻ മന്ത്രിക്ക് വലിയ ആവേശമായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഈ കൊലപാതകത്തിന് പിന്നിൽ CPM ബന്ധമുണ്ടായിരുന്നുവെങ്കിൽ മാധ്യമങ്ങൾ അത് ആഘോഷിക്കുമായിരുന്നു എന്ന്. ഇതാ മന്ത്രിയെ ഒന്ന് നോക്കൂ, ഇപ്പോൾ പോലീസ് എന്ന് പറയുകയാണ് കേസിലെ 4ാം പ്രതി ആനന്ദൻ വെറും ഒരു ക്രിമിനൽ അല്ല, അയാൾ സജീവ CITU പ്രവർത്തകനാണ്. ഇപ്പോൾ മാധ്യമങ്ങൾ ആഘോഷിക്കുന്നുണ്ടോ ഇല്ലയോ എന്നൊന്നും അല്ല ഇവിടെ വിഷയം, മറിച്ച് താങ്കൾ ആവർത്തിച്ച് പറഞ്ഞ ആ വംശീയ വിഷം താങ്കളുടെ പാർട്ടിക്കാരന്റെ ഉള്ളിലും ഇല്ലേ എന്നതാണ് ചോദ്യം. BJP-കാരൻ കൊന്നാൽ അത് വംശീയതയും CPM-കാരൻ കൂട്ടുനിന്നാൽ അത് സാങ്കേതിക പിഴവും മാത്രമാണോ, അതോ ഒറ്റപ്പെട്ട സംഭവമാണോ? അല്ലെങ്കിൽ ഇദ്ദേഹം ഈ പാർട്ടിയിൽ ഇനി കുറെ കാലമായി ഇല്ല, മാറ്റി നിർത്തിയെന്നാണോ പറയാൻ പോകുന്നത്? സ്വന്തം പാർട്ടിക്കാരൻ പ്രതിപട്ടികയിൽ വന്നതോടെ മന്ത്രിയുടെയും പാർട്ടിയുടെയും എല്ലാ തന്ത്രങ്ങളും പാളിയിരിക്കുകയാണ്. ഇനി പുതിയ വഴി നോക്കണം. ആരായിരുന്നു ഈ രാമനാരായണൻ? ദൂരെയുള്ള നാട്ടിൽ നിന്നും ഒരു നേരത്തെ വിശപ്പടക്കാൻ ഇവിടെ വന്ന പാവം തൊഴിലാളി. അവനോട് കാട്ടിയ ക്രൂരത കേട്ടാൽ ഏത് കരിങ്കല്ലും ഉരുകിപ്പോകും. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ നടുങ്ങാത്തവരായി ആരുമില്ല. തല മുതൽ കാല് വരെ 40-ലധികം മുറിവുകൾ, വടികൊണ്ടടിച്ചും മുഖത്തിന് ബൂട്ടിട്ട് ചവിട്ടിയും അവർ ആ മനുഷ്യന്റെ പ്രാണനെടുത്തു. വാരിയലുകൾ തകർന്നു പോയിരിക്കുകയാണ്, തലയ്ക്കുള്ളിൽ കടുത്ത രക്തസ്രാവം. ഈ ക്രൂരത ചെയ്തത് 5 പേരാണ്. അതിൽ നമ്മൾ രാഷ്ട്രീയം നോക്കേണ്ട എന്ത് കാര്യമാണുള്ളത്? ഇവിടെ CPM-കാരനോ BJP-കാരനോ എന്നല്ല, ഒരു മനുഷ്യനെയാണ് ഇവിടെ കൊന്നൊടുക്കിയത്. ഇതിൽ നമ്മൾ രാഷ്ട്രീയമല്ല കാണേണ്ടത്, മനുഷ്യത്വമാണ്. എന്നാൽ ഇതിന് രാഷ്ട്രീയവൽക്കരിച്ച് വോട്ട് തട്ടാൻ നോക്കിയ CPM സ്വന്തം പ്രവർത്തകന്റെ ക്രൂരതയെ എങ്ങനെ ന്യായീകരിക്കും? പാവപ്പെട്ടവന്റെ പാർട്ടി എന്ന് അവകാശപ്പെടുന്നവൻ ഒരു പാവം തൊഴിലാളിയെ തല്ലിക്കൊല്ലാൻ നേതൃത്വം നൽകിയപ്പോ എവിടെ പോയി നിങ്ങളുടെ തൊഴിലാളി സ്നേഹം? കേസിലെ 4ാം പ്രതിയായ ആനന്ദനെ കുറിച്ച് സ്പെഷ്യൽ ബ്രാഞ്ച് നൽകുന്ന വിവരങ്ങൾ ഞെട്ടിക്കുന്നതാണ്. അയാൾ വെറും ഒരു അണയല്ല, വാളയാർ മേഖലയിലെ ക്വാറി മണൽ മാഫിയകളുടെ വിശ്വസ്തനാണ് ഇയാൾ. മുമ്പും ലോറി ഡ്രൈവർമാരെ മർദ്ദിച്ചതിനും പണം തട്ടിയതിനും ഇയാൾക്കെതിരെ കേസുകളുണ്ട്. ഗുണ്ടാ സംഘങ്ങളുടെ തണലിലാണ് ഇയാൾ വാളയാറിൽ വാണിരുന്നത്. CPM-ന്റെ പോഷക സംഘടനയായ CITU-വിന്റെ ലേബൽ ഉപയോഗിച്ച് ഇയാൾ നടത്തുന്ന ഗുണ്ടായുസത്തിന് പാർട്ടിയുടെ മൗനാനുവാദം ഉണ്ടായിരുന്നു എന്നത് പകൽ പോലെ വ്യക്തമാണ്. നമുക്കറിയാമല്ലോ നമ്മുടെ നാട്ടിലെ ഗുണ്ടാ നേതാക്കന്മാരുടെയൊക്കെ ലിസ്റ്റുകൾ. ലഹരി മരുന്നിനും കഞ്ചാവിനും അടിമയായി ഇവർ ഒരു അതിഥി തൊഴിലാളിയെ മോഷ്ടാവെന്ന വ്യാജേന പിടികൂടി കൊലപ്പെടുത്തുന്നത് പ്രദേശത്ത് തങ്ങളുടെ ആധിപത്യം ഉറപ്പിക്കാനാണ്. ഈ ക്രിമിനലുകളെ വളർത്തുന്നത് രാഷ്ട്രീയ പാർട്ടികളാണ്. ഇതിന് CPM എന്തുത്തരം പറയും? ഉത്തരം പറയണം നിങ്ങൾ. കേരളത്തിൽ ചെങ്കോട്ട തകരുന്നു എന്ന ഭയം CPM-നെ വല്ലാതെ പിടികൂടിയിട്ടുണ്ട്. BJP-ക്ക് കേരളത്തിൽ ലഭിക്കുന്ന സ്വീകാര്യത CPM-ന്റെ ഉറക്കം കെടുത്തുന്നതാണ്. അതുകൊണ്ട് തന്നെ എവിടെ എന്ത് നടന്നാലും അതിലേക്ക് BJP-യെയും RSS-നെയും വലിച്ചിഴയ്ക്കുക എന്നത് ഒരു അതിജീവന തന്ത്രമായി അവർ മാറ്റിയിരിക്കുകയാണ്. നമ്മൾ ഇപ്പോൾ കാണുന്നുണ്ടല്ലോ, ഓരോ സംഭവം നടന്നാലും ഇത് തന്നെയാണ് ഇവിടെ അവസ്ഥ. എന്നാൽ ഈ കേസിൽ ആ തന്ത്രം അവർക്ക് തന്നെ തിരിച്ചടിയായി എന്ന് വേണം പറയാൻ. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോൾ പോലീസ് റിപ്പോർട്ടിൽ അതൃപ്തനാണെന്ന് കേൾക്കുന്നുണ്ട്.
എന്തിനാണ് മുഖ്യമന്ത്രിക്ക് അതൃപ്തി? തന്റെ പോലീസുകാർ സത്യസന്ധമായ റിപ്പോർട്ട് നൽകിയതാണോ തങ്ങളെ ചൊടിപ്പിച്ചിരിക്കുന്നത്? പ്രതിപ്പട്ടികയിൽ ഒരു CITU കാരൻ ഉണ്ടെന്ന് റിപ്പോർട്ട് ചെയ്തത് പാർട്ടിയുടെ പ്രതിച്ഛായയ്ക്ക് മങ്ങലേൽപ്പിച്ചു എന്നതാണ് താങ്കളുടെ പരാതി. ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടെ മൂക്കിന് താഴെയാണ് ഭരണകക്ഷിയിലെ ഗുണ്ടകൾ അടിഞ്ഞാടുന്നത്. നാണമില്ലേ CPM നിങ്ങൾക്ക്? സ്വന്തം പാളയത്തിലെ ക്രിമിനലുകളെ ഒളിപ്പിച്ചു വെച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് നേരെ വിരൽ ചൂണ്ടാൻ നിങ്ങൾക്ക് ഒട്ടും ഉളുപ്പില്ലേ? കേരളത്തിലെ ക്രമസമാധാനം പൂർണ്ണമായും തകർന്നിരിക്കുകയാണ്. ലഹരി മാഫിയകൾ തെരുവ് ഭരിക്കുന്നു. പോലീസിനെ രാഷ്ട്രീയവൽക്കരിച്ച് അവരുടെ നട്ടെല്ല് ഒടിച്ചിരിക്കുകയാണ്. ഒരു പാവം തൊഴിലാളി കൊല്ലപ്പെടുമ്പോ അതിൽ വംശീയതയും രാഷ്ട്രീയവും കലർത്തി വോട്ട് പിടിക്കാൻ നോക്കുന്ന നിങ്ങളെ പോലെയുള്ള തരം താഴ്ന്ന ഒരു നേതൃത്വം കേരളത്തിന് ശാപം തന്നെയാണ്. മന്ത്രി രാജേഷ് പറഞ്ഞത് മാധ്യമങ്ങൾ ആഘോഷിക്കുമെന്നാണ്. ഇതാ ഇപ്പൊ മാധ്യമങ്ങൾക്ക് മുന്നിൽ സത്യം വന്നിരിക്കുന്നു. പ്രതികളിൽ ഒരാൾ നിങ്ങളുടെ സ്വന്തം ആളാണ്. ഇനി എന്ത് പ്രസംഗമാണ്, എന്ത് ഡയലോഗാണ് നിങ്ങൾ തയ്യാറാക്കുന്നത്? ഇത് രാഷ്ട്രീയത്തിന് അതീതമായ ക്രൂരതയാണെന്ന് പറഞ്ഞ് തടിയൂരാൻ ഇപ്പോൾ ആഭ്യന്തര വകുപ്പ് നല്ലതുപോലെ ശ്രമിക്കുന്നുണ്ട്. BJP-കാരും UDF-കാരും CPM-കാരും ചേർന്നാണ് ഈ ക്രൂരത ചെയ്തതെന്ന് വരുത്തി തീർക്കുമ്പോ നിങ്ങളുടെ വംശീയ വിദ്വേഷ സിദ്ധാന്തം എവിടെ പോയി? ഈ പ്രബുദ്ധ കേരളത്തിലെ ഏത് ഏമാന്മാരാണ് ഇനി രാമനാരായണന്റെ ജീവന് ഉത്തരം നൽകുക? അവൻ ഇവിടെ വന്നത് മോഷ്ടിക്കാനല്ല, മറിച്ച് നമ്മുടെ നാടിന്റെ വികസനത്തിന് വിയർപ്പൊഴുക്കാനാണ്. അവൻ ചിന്തിച്ചിരിക്കുന്നത് അവന്റെ വിശപ്പടക്കുക എന്നാണ്. സത്യത്തിൽ ഇതുകൂടി നമ്മൾ ചിന്തിക്കണ്ടേ? അവനെ മോഷ്ടാവായി ചിത്രീകരിച്ച് തല്ലിക്കൊന്ന കഞ്ചാവ് സംഘത്തിന് രാഷ്ട്രീയ സംരക്ഷണം നൽകുന്നത് ആരാണ്? കേരളത്തിലെ ജനങ്ങൾ ഇതെല്ലാം കാണുന്നുണ്ട്. കപട പുരോഗമനവാദം പറഞ്ഞ് ഗുണ്ടകളെ പോറ്റുന്ന പാർട്ടിയായി CPM എന്നോ മാറിക്കഴിഞ്ഞതാണ്. വാളയാറിലെ ഈ സംഭവം ഒരു താക്കീതാണ്. രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി മനുഷ്യജീവനെ വില കുറച്ചു കാണുന്നവർക്ക് ജനങ്ങൾ മറുപടി നൽകും. BJP-യെ പിടിച്ച് എല്ലാ കുറ്റവും അവരുടെ തലയിൽ കെട്ടിവെക്കുന്ന ഈ നാടകം ഇനി അധികകാലം ഒന്നും ചെലവാകില്ല. വാളയാറിലെ ഈ കൊലപാതകം ഒറ്റപ്പെട്ട സംഭവമല്ല. രാഷ്ട്രീയ പാർട്ടികൾ ക്രിമിനലുകളെ സംരക്ഷിക്കുന്നതിന്റെ പരിണിത ഫലമാണ്. പ്രതിപ്പട്ടികയിലുള്ള ആനന്ദൻ എന്ന CITU പ്രവർത്തകനെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനും അവൻ അർഹമായ ശിക്ഷ വാങ്ങിക്കൊടുക്കാനും ഈ സർക്കാരിന് സാധിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അതിനുള്ള ആർജവമൊക്കെ ഇവർക്കുണ്ടോ? അതോ പാർട്ടിക്കാരനായതുകൊണ്ട് ഇനി കേസ് തേച്ചു മായ്ച്ചു കളയുമോ? എന്തായാലും ഈ വീഡിയോ നമ്മൾ ചെയ്യുന്നത് ആ പാവപ്പെട്ട തൊഴിലാളിക്ക് നീതി ലഭിക്കാൻ വേണ്ടിയാണ്. ഒപ്പം വോട്ടിന് വേണ്ടി ഏത് കൊലപാതകത്തെയും വർഗീയവൽക്കരിക്കുന്ന രാഷ്ട്രീയവൽക്കരിക്കുന്ന CPM നേതൃത്വത്തിന്റെ മുഖംമൂടി തുറന്നു കാട്ടാൻ കൂടി. രാഷ്ട്രീയ തിമിരം ബാധിച്ചവർക്ക് ഈ സത്യങ്ങൾ ദഹിക്കില്ലായിരിക്കും. പക്ഷേ സാധാരണക്കാരായ ജനങ്ങൾ ഇത് തിരിച്ചറിയണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ്? രാഷ്ട്രീയ താല്പര്യങ്ങൾക്കായി കൊലപാതകങ്ങളെ ഇത്തരത്തിൽ വർഗീയവൽക്കരിക്കുന്നത് നിങ്ങൾ എങ്ങനെ നോക്കിക്കാണുന്നു? ഇത് ശരിയായ ഒരു പ്രവണതയാണോ? ഈ വിഷയത്തിൽ സർക്കാരിന്റെയും CPM-ന്റെയും നിലപാടിനെ കുറിച്ച് നിങ്ങൾക്ക് എന്ത് പറയാനുണ്ട്? തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി.